ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. പാലക്കാട് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകി. ബി ഫസ്റ്റ് ടു സേവ് ലൈഫ്സ് എന്ന പേരിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടക്കുന്നത്. ലോക ട്രോമാ ദിനത്തോടനുബന്ധിച്ചാണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽസ് ആൻഡ് ആസ്റ്റർ മദർ ഹോസ്പിറ്റൽസ് എമർജൻസി വിഭാഗം ബോധവൽക്കരണ പരിശീലന യാത്ര നടത്തുന്നത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പ്രധാന പട്ടണങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം പരിശീലനം നൽകും. വാഹനാപകടം ഉൾപ്പെടെയുള്ളവ സംഭവിച്ചാൽ ശാസ്ത്രീയമല്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാൽ വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇത് കുറയ്ക്കുകയാണ് ബോധവൽക്കരണ യാത്രയുടെ പ്രധാന ലക്ഷ്യം. ഒരു റോഡപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ നമുക്ക് എങ്ങനെ ശാസ്ത്രീയപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്നത് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതെ, നമ്മൾ പാലക്കാട് ഒറ്റപ്പാലയിൽ നിന്ന് തുടങ്ങി കാസർഗോഡാണ് ഇത് അവസാനിക്കുന്നത്. അങ്ങനെ 7 ദിവസങ്ങളിലായുള്ള ഒരു യാത്രയാണത്. ട്രോമ കെയർ, വിവിധ NGOകൾ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ബോധവൽക്കരണ യാത്രയുമായി സഹകരിക്കുന്നുണ്ട്. ബേസിക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. എന്താണ് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, നിങ്ങൾ ആ ചെയ്യുന്നത് കൊണ്ട് രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എത്ര സുരക്ഷിതമായിട്ട് ആശുപത്രിയിൽ എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ ബോധവൽക്കരണം നടത്തിയിരുന്നു. ഇതിനകം 5 ലക്ഷത്തോളം പേർക്ക് ആസ്റ്റർ മിംസ് രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകി. ഫ്ലാഷ് മോബും അവതരിപ്പിക്കും. മീഡിയ വണ്ണും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനുമായി സഹകരിക്കുന്നുണ്ട്. ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരുമാണ് പരിശീലനം നൽകുന്നത്. ക്യാമ്പയിനിന്റെ ഫ്ളാഗ് ഓഫ് കോഴിക്കോട് ആസ്റ്റർ മിംസിലെ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് പി ആലപ്പാട് നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ വിനീത് ചന്ദ്രൻ, ഡോക്ടർ ആഷിഖ്, ഡോക്ടർ ജലീൽ, മുനീർ എന്നിവർ പങ്കെടുത്തു. മീഡിയ വൺ, പാലക്കാട്.